നാളെ ക്രിസ്തുമസ് ആണ്. ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് മുഴുകുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കമുള്ള മാധ്യമങ്ങളും യൂട്യൂബർമാരുമൊക്കെ മറ്റൊരു ആഹ്ലാദത്തിലാണ്. പതിവുപോലെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമായി ഒഡീഷയിൽ നടന്ന സംഭവങ്ങളും പിന്നീട് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവങ്ങളുമാണ്. പിന്നെ സംഘപരിവാറാണ്. ഇടയ്ക്കിടയ്ക്ക് സംഘപരിവാർ ക്രിസ്ത്യാനികളെ ആക്രമിക്കും. അതെന്തൊരു പ്രതിഭാസമാണ് എന്നാണ് നാം പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ തൊപ്പി വിൽപ്പനക്കാരെ ചിലർ തല്ലി ഓടിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. മലയാള മാധ്യമങ്ങളടക്കം അത് സംഘപരിവാറാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ഒരാൾ ആക്രോശിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ കരോൾ സംഘത്തിന് നേരെയും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെയും ചീറിയടുക്കുന്നതും കണ്ടു. ഇതിലെയൊക്കെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 വർഷം, അതായത് 2024-ലും 2025-ലും ഉയർന്നു വന്ന ചില ക്രിസ്തീയ സംഘർഷങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 2024-ൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് മണിപ്പൂരിനെ കുറിച്ചുള്ള വിലാപമായിരുന്നു. 2025 ഈ ക്രിസ്മസ് നാളിൽ ഉയർന്നു കേൾക്കുന്നത് കരോൾ സംഘത്തിന് നേരെ പാലക്കാട് നടന്ന ആക്രമണം ഉൾപ്പെടെയായിരുന്നു. ശരിക്കും പാലക്കാട് എന്താണ് സംഭവിച്ചത്? അവിടെയുള്ളവരോട് വിളിച്ച് കാര്യം വിശദമായി അന്വേഷിച്ചു. അവിടെ ഒരു ബാൻഡ് സംഘം എത്തുന്നു, ഒരു കരോൾ സംഘം എത്തുന്നു. ഈ കരോൾ സംഘവും നാട്ടുകാരും തമ്മിൽ അവിടെ വാക്കേറ്റമാകുന്നു, പിന്നെ കയ്യേറ്റമാകുന്നു. ഇതിൽ BJP-ക്കാർ എന്ന് പറയാനായിട്ട് ഔദ്യോഗികമായാലും തന്നെ ഇല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മതത്തിലും പെടുന്നവരുണ്ട്. കാരണം ഈ സാന്താക്ലോസിന്റെ വേഷമിട്ട് വന്ന് തെമ്മാടിത്തരം കാണിച്ചാൽ ഒരുപക്ഷെ നാട്ടുകാർ ചോദിക്കാതിരിക്കില്ല. ഇത് ക്രിസ്ത്യാനികൾ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല, ഇത് ഹിന്ദുക്കൾക്കിടയിലുമുണ്ട്. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകൾ തോറും കണി കാണിക്കാൻ വരുന്നൊരു വിഭാഗമുണ്ട്. കൃഷ്ണന്റെ വേഷം കെട്ടിയും കണി ഒരുക്കിയുമൊക്കെയാണ് അവർ വീട്ടുകാരെ കണി കാണിക്കാൻ ഉണർത്തുന്നത്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ വരുന്നവരുടെയൊക്കെ ലക്ഷ്യം ഒന്നു തന്നെയാണ്, പിരിവ്, പണം. അത് തന്നെയാണ് ലക്ഷ്യം. അതിലും തെറ്റ് പറയാനില്ല. വിഷുക്കാലമല്ലേ, അതത്ര നേടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇവർ കടന്നു പോകുമ്പോൾ വീട്ടിലെ ചെടിച്ചട്ടിയും ചെടികളും എന്തിനേറെ അവിടെ ഉള്ള മാവും മാങ്ങയും വരെ നശിപ്പിക്കും. വാഹനമുണ്ടെങ്കിൽ അതിൽ പോറലേൽപ്പിക്കും. ആരാണെന്ന് നമുക്ക് മനസ്സിലാകുകയുമില്ല. ചിലപ്പോൾ ഇതിനകത്തെ ഈ തെമ്മാടിക്കുട്ടങ്ങളെ തിരിച്ചറിയുമ്പോൾ പിറ്റേ ദിവസം കഴിഞ്ഞ ദിവസം വന്ന കൃഷ്ണനെയും കുചേലിനെയും ഒക്കെ നാട്ടുകാർ പഞ്ഞിക്കിടും. അതൊന്നും കൃഷ്ണനെതിരെയുള്ള അറ്റാക്കുകളല്ല, പകരം കൃഷ്ണ ജയന്തിക്കെതിരെയുള്ള അറ്റാക്കുകളുമല്ല. ഇതാണ് പാലക്കാട് സംഭവിച്ചതും. സാന്താക്ലോസിന്റെ വേഷമിട്ട് വന്നവർ ആ ഒരു സന്ദേശമല്ല പകരാൻ ശ്രമിച്ചത്, മറ്റു ചില സന്ദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് പുതുശ്ശേരി ഏരിയ ബാൻഡ് CPM സംഘത്തിന് നേർക്കുണ്ടായ ആക്രമണവും. ഒഡീഷയിലെ സംഭവങ്ങൾ അന്വേഷിച്ചു തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമിത്ഷായുടെ അടുത്തും വിഷയം എത്തിയിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണ് സംഘപരിവാറിന് നേരെ തിരിയുന്നത് എന്ന് ഇന്നലെ കുറെ അധികം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. 1980-ലെ വീഡിയോയും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആശ്ചര്യജനകമായ കാര്യം. BJP ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 11 വർഷമായി. എല്ലാ ക്രിസ്മസിനും സംഘർഷങ്ങളില്ല, പകരം ചില സെലക്റ്റഡ് വർഷങ്ങളിൽ മാത്രമാണ് സംഘർഷങ്ങൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. 2024-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതാണ് മണിപ്പൂരിനെ കുറിച്ചുള്ള വിലാപം. മണിപ്പൂരിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മൂടി വെച്ച ഒന്നുണ്ട്. അവിടെ 149 ക്രിസ്ത്യൻ പള്ളി തകർക്കപ്പെട്ടപ്പോൾ 428 ക്ഷേത്രങ്ങൾ തകർന്നതിനെ കുറിച്ച് ആരും സംസാരിച്ചില്ല. പക്ഷെ ഞങ്ങളടക്കമുള്ള ചില മാധ്യമങ്ങൾ അതിന്റെ വിഷ്വൽ അടക്കം നൽകിയിരുന്നു. ഇതാണ് നമ്മുടെ മതേതരത്വം. ഇനി 2025 ഇപ്പോൾ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുമായി സംഘപരിവാറിനെ ബന്ധിപ്പിക്കുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ഒരു വോട്ട് പോലും ക്രിസ്ത്യാനിയുടെ BJP-ക്ക് ലഭിക്കരുതെന്ന്. കേരളത്തിലടക്കം ഹിന്ദുക്കളുടെ പകുതി വോട്ട് പോലും നേടാത്ത BJP എങ്ങനെയാണ് ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ വോട്ട് നേടുന്നുള്ള ചോദ്യം ലോജിക്കലായി അവിടെ നിൽക്കട്ടെ. ഏതായാലും കാര്യത്തിലേക്ക് കടന്നു വരാം. ഈ ബഹളങ്ങൾ മുഴുവൻ ഉണ്ടാക്കുമ്പോൾ മുൻപ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നത് കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. ഹിന്ദു മുസ്ലിം സംഘർഷമായിരുന്നു മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ. അവിടെ വർഗീയ സംഘർഷം, ഇവിടെ വർഗീയ സംഘർഷം, മസ്ജിദ് തകർത്തു, ഉസ്താദിനെ കൊന്നു തുടങ്ങിയ വാർത്തകളായിരുന്നു. ഇപ്പോഴത്തരം വാർത്തകൾ കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. കാരണം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ ഒന്നടങ്കം കോൺഗ്രസിനോ ഇല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കോ കിട്ടുന്ന തരത്തിലേക്ക് അതൊരു ഉറച്ച വോട്ട് ബാങ്കായി നിലകൊണ്ട് കഴിഞ്ഞു. മുൻപ് അവർക്ക് മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു.
ഇല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർക്ക് ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു. ഇനി ബി ജെ പിയോട് കൂടെ നിൽക്കുന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ വോട്ട് ചോർന്നു പോകുമോ എന്ന്. ഇപ്പോഴവർക്ക് ആ ഭയമില്ല. കാരണം ആ വോട്ട് ബാങ്ക് ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ കൂടെ. ഇനി ഇപ്പോൾ അത്തരം വാർത്തകൾക്ക് സ്കോപ്പില്ല. പിന്നെയുള്ളത് ക്രിസ്ത്യാനികളാണ്. അവരെയും മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇനി നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഭാഗം കൂടിയുണ്ട്. ഒരുപക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതാണ്. മറ്റൊന്നുമല്ല, ദില്ലിയിലും പഞ്ചാബിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് അവിടെ സിഖുകാർക്കെതിരായിട്ടുള്ള ആക്രമണം, അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പ്രതിഭാസമാണ്. സിഖുകാർക്കെതിരെ ആക്രമണം, പിന്നിൽ പരിവാറാണ്. ഇതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനും 3-4 ദിവസം മുമ്പ് അത്തരം ഒരു ആക്രമണം അവിടെ നടന്നതായി വാർത്തകൾ വന്നു. ഈ ആക്രമണങ്ങളെല്ലാം പരിവാറിന്റെ തലയിൽ കെട്ടിവെൽക്കുകയാണ്. അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ദില്ലി സ്ഫോടനം നടക്കുമ്പോഴോ പഹൽഗാമിൽ ഭീകരതാക്രമണം നടക്കുമ്പോഴോ ഒന്നും അത് ഏതെങ്കിലും സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഇവിടെ ആരും ശ്രമിക്കാറില്ല. ശ്രമിക്കുന്നതിൽ അർത്ഥവുമില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടെത്തുക തന്നെ വേണം. കണ്ടെത്തി അവരെ ശിക്ഷിക്കുക തന്നെ വേണം. ഏതായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതായത് നമുക്ക് ഒരു പ്രത്യേകതരം അജണ്ടയുണ്ട്. ബംഗ്ലാദേശികളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു കൊതുക് ചത്താൽ പോലും അവർ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നാൽ അത് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെക്കും. 150 കോടി ജനമുണ്ട് ഈ രാജ്യത്ത്. എല്ലാവർക്കും കാവലിരിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും കഴിയില്ല. നമുക്കറിയാം, സുരക്ഷ ശക്തമായ അമേരിക്കയിൽ പോലും വെടിവെപ്പ് നടക്കുന്നു. തലയെണ്ണി പറഞ്ഞ് നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ പോകുന്നു ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ശക്തമായ ഇസ്രയേലിൽ പോലും ഹമാസ് കടന്നു കയറി തുരുതുരാ വെടിവെച്ച് നിരപരാധികളെ കൊന്നൊടുക്കുമ്പോഴും അവിടെയും ഈ സുരക്ഷയുടെ പ്രശ്നം തന്നെയുണ്ട്. കാരണം ഒരു ഭരണകൂടത്തിന് അവിടുത്തെ ജനങ്ങളുടെ എല്ലാം സുരക്ഷ ഏതു സമയവും നോക്കിയിരിക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ പോലും അത് നോക്കിയിരിക്കുക അസാധ്യകരമായ കാര്യമാണ്. കാരണം മനുഷ്യനാണ്, മനുഷ്യന്റെ കയ്യിലല്ല ഇതൊന്നും നിൽക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും നമുക്ക് കാട്ടിത്തരുന്നത്. അതിൽ നിന്നും വിഭിന്നമല്ല ഇന്ത്യ. പക്ഷെ ഇവിടെ കുറച്ചു മാത്രമാണ് അക്രമ സംഭവങ്ങൾ നടന്നതെന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പഹൽഗാമിലായാലും ദില്ലിയിലായാലും നടന്നതും അത്തരത്തിലായിരുന്നു. ഇതൊക്കെ പറയുന്നത് ആരെങ്കിലും വെള്ളപൂശാനോ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കാനോ അല്ല. ആക്രമണം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കർശന നടപടികൾ എടുക്കണം. കാരണം ഇതിന് മുൻപോട്ട് പോകാൻ അനുവദിക്കുകയായിരുത്. കാരണം ഇതിനെ എരുതിയിൽ എണ്ണ ഒഴിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പേക്കുത്തരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരിക്കൽ നരേന്ദ്രമോദി പറയുകയുണ്ടായി, മാധ്യമങ്ങൾ മരത്തിന് മുകളിൽ വന്നിരിക്കുന്ന ഈച്ചകളായി മാറരുതെന്ന്. അക്ഷരാർത്ഥത്തിൽ അതെന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം സെലക്റ്റീവായതൊന്നാണ്. ഇപ്പോൾ ആരെങ്കിലും മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? കാരണം ഇനി അതിൻ്റെ ആവശ്യമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് മടക്കി ഭരണത്ത് വെക്കാം. ഇനി അടുത്തതായി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പരിവാറിന് മേൽ ചാർത്തി കൊടുക്കണം. മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് കുറിച്ചു വെച്ചോളൂ. എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ സംഘപരിവാർ ആക്രമണം നടത്തിയെന്ന് ഒരു സെലക്റ്റീവ് അജണ്ടയായി മാധ്യമങ്ങളും ഒപ്പം തന്നെ ചില മതമേലധ്യക്ഷന്മാരും രംഗത്തെത്തും. അത് ഇന്നലെയും തുടങ്ങിയ ആചാരമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി തുടങ്ങുന്ന ഒരു ആചാരമാണ്. ഇത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പരിവാർ സംഘടനകൾ ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുകയായിരുന്നുവെങ്കിൽ, അവരെ ആക്രമിക്കാൻ അവർ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സംഘടനകളിൽ ഒന്നാണ് പരിവാർ സംഘടനകൾ. അവരെന്നെ നിങ്ങളെയൊക്കെ ആക്രമിച്ചേനെ. എവിടെങ്കിലും അങ്ങനെ ഒരു ആക്രമണം അവർ നേരത്തെ മുൻകൂട്ടി നടത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് കലാപം നടത്തിയിട്ടുണ്ടോ? അവരെ സംബന്ധിച്ച് ഈ രാജ്യത്ത് കലാപവും അക്രമവും നടത്താൻ ഒരു വിസിലിടിയുടെ ശബ്ദം മാത്രം മതിയാകും. പക്ഷെ അവരതിന് മുതിർന്നിട്ടുണ്ടോ? അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പരിവാറിന്റെ തലയിലേക്ക് കൊണ്ടിടുകയല്ലേ ചെയ്യുന്നത്? ഇതൊക്കെ കാണുമ്പോൾ നിഷ്പക്ഷമായി നാം ഒന്ന് ചിന്തിക്കണം. കാരണം ഈ ഹിന്ദു എന്ന് പേര് കേൾക്കുമ്പോൾ പരിവാറാണ് എന്ന് പറയും. ഇനി അഥവാ ഹിന്ദുവിനെയാണ് ആക്രമിച്ചതെങ്കിൽ അത് മതേതരവുമാകും. ഇതെന്തൊരു സെലക്റ്റീവ് മാധ്യമ പ്രവർത്തനമാണെന്ന് എത്ര ആലോചിച്ചിട്ടും മതിയാകുന്നില്ല. ഏതായാലും ഒരു ക്രിസ്മസ് കാലം ആഘോഷ രാവുകളാണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ആക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞതായിട്ടാണ് ഇക്കസേരയിൽ വന്നിരിക്കും തൊട്ടു മുമ്പ് അറിയാൻ കഴിഞ്ഞത്. അതങ്ങനെ തന്നെ മുൻപോട്ട് പോകട്ടെ. അക്രമികൾക്കെതിരെ നടപടിയെടുക്കണം. അതിൽ രാഷ്ട്രീയം നോക്കേണ്ടതായിട്ടില്ല. അക്രമം ഒന്നിനും പരിഹാരവുമല്ല. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.